ഹലോ ഫ്രണ്ട്സ്, ഡെയിലി ലൈഫ് ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്ത് നിങ്ങളോടൊരു സന്തോഷ വാർത്ത പങ്കുവയ്ക്കാനാണ്. അങ്ങനെ 5 വർഷത്തെ കഷ്ടപ്പാടുകൾക്ക് ശേഷം എനിക്ക് PR കിട്ടി. അപ്പോൾ UK വരുന്ന എല്ലാവരുടെയും മെയിൻ ഗോൾ എന്ന് പറഞ്ഞു തന്നെ PR ആണ്. അപ്പോൾ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു സന്തോഷവാർത്ത നിങ്ങളോട് പങ്കുവയ്ക്കാമെന്ന് കരുതി. അതുപോലെ നിങ്ങൾ എപ്പോഴാണ് PRന് എലിജിബിൾ ആകുന്നത്, PR കിട്ടിയാലുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ്, കോസ്റ്റ് എത്രയാകും, അതുപോലെ എപ്പോഴാണ് PR റെഫ്യൂസ് ആവുന്നത്, അങ്ങനത്തെ കുറേ PRനെ പറ്റിയുള്ള കാര്യങ്ങളും കൂടി ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ PR എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾ UK-യിൽ 5 ഇയർ ആയിട്ടുണ്ടാവണം. സ്കിൽഡ് വർക്കർ വിസയിൽ 5 ഇയർ ആയി കഴിയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് PRന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുപോലെ വേറെ ചില മാനദണ്ഡങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേരിൽ ക്രിമിനൽ ഒഫൻസുകളൊന്നും പാടില്ല. ഇപ്പം നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും ചൈൽഡ് അബ്യൂസ്, ഡൊമസ്റ്റിക് അബ്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ക്രിമിനൽ ഒഫൻസ് നിങ്ങളുടെ പേരിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് PRന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതുപോലെ ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ലൈസൻസിൽ എന്തെങ്കിലും പോയിന്റുകൾ വീണിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങളിപ്പോൾ ഇൻഷുറൻസ് ഇല്ലാണ്ട് ഡ്രൈവ് ചെയ്തിട്ട് നിങ്ങൾ പിടിച്ചു, അതല്ലെങ്കിൽ നിങ്ങൾ ഓവർ സ്പീഡിന് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ പേര് കേസ് വന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സിഗ്നലൊക്കെ വരുമ്പോൾ വണ്ടി നിർത്താതെ പോവുക, അതുപോലെ പെനാൽറ്റി വന്നിട്ട് നിങ്ങൾ അത് അടയ്ക്കാതെ കോടതിയിൽ കേസ് ആവുക, അങ്ങനത്തെ ഒക്കെ വന്ന് ലൈസൻസിൽ പോയിന്റ് വരുമ്പോഴും, അതുപോലെ തന്നെ ഇന്റർനാഷണൽ ലൈസൻസ് ഒക്കെ യൂസ് ചെയ്യുന്നവർ അത് ലൈസൻസ് 1 ഇയർ അല്ല, നമുക്കറിയാം 1 ഇയർ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞത് എക്സ്പയർഡ് ആയിട്ടും നമ്മൾ UK ലൈസൻസ് എടുക്കാതെ ഒരു ലൈസൻസും ഇല്ലാതെ ഡ്രൈവ് ചെയ്ത് അതൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം വരുമ്പോൾ നിങ്ങളുടെ അത് PRനെ ബാധിക്കും. നിങ്ങൾക്ക് PR അപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിട്ട് പോകും. അതുപോലെ വേറൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ PR അപ്ലൈ ചെയ്യാൻ പറ്റാതെ വരുന്നത്, എലിജിബിൾ അല്ലാതെ വരുന്നത്, നിങ്ങൾ പബ്ലിക് ഫണ്ടുകൾ അല്ലെങ്കിൽ നിങ്ങൾ ഹൗസിംഗ് ബെനിഫിറ്റ്, ചൈൽഡ് ബെനിഫിറ്റ് ഒക്കെ നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നമുക്ക് PR കിട്ടുന്നവരെ നമുക്ക് ഇവിടെ ചൈൽഡ് ബെനിഫിറ്റുകളൊന്നും സ്വീകരിക്കാനുള്ള അവകാശം നമുക്കില്ല. അതുപോലെ നമ്മുടെ BRPയുടെ ബാക്കി നോക്കിയാൽ അതിലത് എഴുതിയിട്ടുണ്ട് നോ പബ്ലിക് ഫണ്ട്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പബ്ലിക് ഫണ്ടുകളോ ചൈൽഡ് ബെനിഫിറ്റുകളോ ഒന്നും കൈപ്പറ്റാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് PR എലിജിബിൾ ആവില്ലാതെ വരും. അതുപോലെ തന്നെ 180 റൂൾ, അതായത് 1 ഇയറിൽ നിങ്ങൾ 180 ഡേയ്സ് അല്ലെങ്കിൽ 6 മന്ത് കൂടുതൽ, 6 മന്ത് മിനിമം 6 മന്ത് ഒക്കെ നിങ്ങൾ ഔട്ട്സൈഡ് UK നിങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് PRന് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തില്ല. അതും ഒരു പ്രശ്നമായിട്ട് വരും. അതുപോലെ ഒരു മാൻഡേറ്ററി കാര്യമാണ് ലൈഫ് ഇൻ UK ടെസ്റ്റ് പാസ്സാവുക എന്നുള്ളത്. അപ്പോൾ അതും PRന് വളരെ മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ലൈഫ് ഇൻ UK ടെസ്റ്റിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ചാനൽ തുടങ്ങിയപ്പോൾ ഫസ്റ്റ് ചെയ്ത വ്ളോഗ് ലൈഫ് ഇൻ UKനെ പറ്റിയുള്ള വ്ളോഗായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനത് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ്, അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഐഡിയ കിട്ടും. അപ്പോൾ ഞാൻ ലൈഫ് ഇൻ UK ടെസ്റ്റിനെ കുറിച്ച് ചുരുക്കി ഒന്ന് പറയാം. അപ്പോൾ ഈ ലൈഫ് ഇൻ UK ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ UKയുടെ ഹിസ്റ്ററി ഒക്കെ അടങ്ങുന്ന ഒരു ടെസ്റ്റാണിത്. അപ്പോൾ അതിന് നമുക്ക് ഓൺലൈനിൽ പഠിക്കാനായിട്ട് സാധിക്കും. കുറേ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഓൺലൈനിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് വേണം ഞാൻ കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് ബുക്ക് വാങ്ങിച്ച് പഠിക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ബുക്ക് വാങ്ങിച്ചാണ് പഠിച്ചത്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുള്ള ടെസ്റ്റൊന്നും അല്ല. ഞാൻ ഫസ്റ്റ് ടൈം തന്നെ പാസ്സായി, മിക്കവാറും തന്നെ ഫസ്റ്റ് ടൈം തന്നെ പാസ്സാവാറുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞ് നിങ്ങൾ 50 പൗണ്ട് ആണ് ഇതിന് വേണ്ടിയിട്ട് പേ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ 24 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അപ്പോൾ 18 എങ്കിലും നിങ്ങൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്താൽ മാത്രമേ നിങ്ങൾ പാസ്സാവത്തുള്ളൂ. അതുപോലെ ഇത് അൺലിമിറ്റഡ് ആണ്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ട്രൈ ചെയ്യാം. അതുപോലെ ഇതിന് വാലിഡിറ്റിയും ഇല്ല. അപ്പം നിങ്ങൾ കറക്റ്റ് PR കിട്ടാൻ ടൈം വന്ന് തൊട്ട് മുമ്പ് തന്നെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മുന്നേ എപ്പോൾ വേണമെങ്കിലും ചെയ്ത് വെക്കാം. കാരണം വാലിഡിറ്റി അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ യൂണിക് റെഫറൻസ് നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് PRന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് മാൻഡേറ്ററി ആണ്, എല്ലാവരും എടുത്തിട്ടുള്ള ടെസ്റ്റാണ്. നിങ്ങൾക്ക് ഒരിക്കലും അത് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ കോസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മൾ PRന് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 2885 ആണ് ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൈസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ 6 മന്ത് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതൊരു സ്റ്റാൻഡേർഡ് കോസ്റ്റാണിത്. അപ്പോൾ നമ്മൾ 6 മന്ത് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും ഡിസിഷന്. അപ്പോൾ 6 മന്തിന് ശേഷം മാത്രമേ നമുക്ക് ഡിസിഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ അത് വളരെയധികം ലേറ്റ് ആവും. നമുക്കറിയാം, നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് 6 മന്ത് ഒക്കെ വെയിറ്റ് വരുമ്പോഴത്തേക്കും നമ്മുടെ വിസയൊക്കെ എക്സ്പയർ ആവും, ഒത്തിരി ലേറ്റ് ആവും. അപ്പോൾ അതിനുള്ള ഓപ്ഷനുണ്ട്. നമുക്ക് പ്രയോറിറ്റി ഓപ്ഷനുണ്ട്, സൂപ്പർ പ്രയോറിറ്റി ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ പ്രയോറിറ്റി ഓപ്ഷനിൽ നമ്മൾ 500 പൗണ്ടാണ് എക്സ്ട്രാ പേ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനൊക്കെ പേ ചെയ്ത് 3385 ആണ് പേ ചെയ്തത്. അപ്പോൾ ഞങ്ങളൊക്കെ പ്രയോറിറ്റി ആണ് എടുത്തത്. എല്ലാവരും തന്നെ പ്രയോറിറ്റി സർവീസാണ് എടുക്കുന്നത്. അപ്പോൾ പ്രയോറിറ്റി സർവീസ് എടുത്തു കഴിഞ്ഞാൽ വിത്തിൻ 5 ഡേയ്സ് നിങ്ങൾക്ക് ഡിസിഷൻ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സൂപ്പർ പ്രയോറിറ്റി ആണ് വേണമെങ്കിൽ 1000 പൗണ്ട് എക്സ്ട്രാ പേ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ പ്രയോറിറ്റി സർവീസുകളുണ്ട്. അത് 24 hours ഡിസിഷൻ കിട്ടും. പക്ഷെ നമുക്ക് സൂപ്പർ പ്രയോറിറ്റിയുടെ ആവശ്യമില്ല, പ്രയോറിറ്റി സർവീസിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതുപോലെ നിങ്ങൾ പ്രയോറിറ്റി സർവീസ് എടുത്തു,
നിങ്ങൾക്ക് കൃത്യം 5 ഡേയ്സിനുള്ളിൽ ഡിസിഷൻ കിട്ടിയില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ക്യാഷ് റീഫണ്ട് കിട്ടും. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഒരു ചേട്ടൻ ഇതുപോലെ പ്രയോറിറ്റി സർവീസ് എടുത്തിട്ട് ഡിസിഷൻ 5 ഡേയ്സിനുള്ളിൽ വന്നില്ല. അപ്പോൾ അവർ £500 റീഫണ്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ അങ്ങനത്തെ ഓപ്ഷനും ഉണ്ട്. അതുപോലെ നിങ്ങൾ അപ്പോയിൻമെൻറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അസിസ്റ്റഡ് സർവീസുകളുണ്ട്. അസിസ്റ്റഡ് സർവീസിന് £33 ആണ് അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം സത്യം പറഞ്ഞാൽ അസിസ്റ്റഡ് സർവീസ് എടുക്കേണ്ട കാര്യമില്ല. കാരണം അവർ കൊടുക്കുന്ന ഡോക്യുമെൻറ്റ് ചെക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും നമുക്കിപ്പോൾ എന്തെങ്കിലും ഡോക്യുമെൻറ്റിലൊക്കെ സംശയം ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് അപ്ലോഡ് ചെയ്ത് അവർ ഹെൽപ്പ് ചെയ്യുന്നിടത്തോളം നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അവരൊരു ഹെൽപ്പും ചെയ്യത്തില്ല. നിങ്ങൾ കൊടുക്കുന്ന ഡോക്യുമെൻറ്റ് അതേപടി അവർ അപ്ലോഡ് ചെയ്യത്തേ ഉള്ളൂ. അല്ലാണ്ട് അവരത് ഒരിക്കലും ചെക്ക് ചെയ്തിട്ട് ഒന്നും ആയിരിക്കില്ല അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ ഏത് ഡോക്യുമെൻ്റ് ആണോ കൊടുക്കുന്നത് അത് അവർ അതേപടി അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. നമുക്ക് തന്നെ ഇതൊക്കെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാവുന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം അസിസ്റ്റഡ് സർവീസ് എടുത്താൽ മതി. അതല്ലാതെ അവരെന്തെങ്കിലും ഡോക്യുമെൻറ്റ് ചെക്ക് ചെയ്യും, നമുക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അവർ ചെക്ക് ചെയ്യുമെന്നൊക്കെ ഓർത്ത് നിങ്ങൾ എടുക്കുന്നെങ്കിൽ അങ്ങനെ എടുക്കേണ്ട കാലം അവരൊന്നും ചെക്ക് ചെയ്യത്തില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെ നമുക്ക് നോക്കാം. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് പാസ്പോർട്ട് വേണം. പാസ്പോർട്ട്, BRP കാർഡ്, അതുപോലെ നമ്മുടെ ഒരു എംപ്ലോയ്മെൻറ്റ് ലെറ്റർ ആവശ്യമാണ്. നമ്മുടെ HR നിന്ന് കിട്ടുന്ന ഒരു എംപ്ലോയ്മെൻറ്റ് ലെറ്റർ ആവശ്യമാണ്. അത് ചില ഹോസ്പിറ്റലുകളൊക്കെ ചിലപ്പോൾ നമ്മുടെ ലൈൻ മാനേജർ ആയിരിക്കും തരുന്നത്. അപ്പോൾ അതിൻ്റെ അത് നമ്മുടെ SOC കോഡ് എന്നുള്ള കോഡുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്മുടെ നമ്മുടെ കറൻറ്റ് പേ റേറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളെ എംപ്ലോയ്മെൻറ്റ് ലെറ്റർ തന്നെ കൊടുക്കണം. ചിലരൊക്കെ സ്പോൺസർഷിപ്പ് നമ്മുടെ COS കൊടുക്കാറുണ്ട്. അപ്പോൾ എനിക്കറിയാവുന്ന ഒരു ചേച്ചി COS ആണ് കൊടുത്തപ്പോൾ ഒരു മെയിൽ അയച്ചു, എംപ്ലോയ്മെൻറ്റ് ലെറ്റർ വേണമെന്ന് പറഞ്ഞ് മെയിൽ അയച്ചു. കാരണം നമുക്കറിയാം നമ്മുടെ COS എന്ന് പറയുമ്പോൾ നമ്മൾ 3rd ഇയർ ഇവിടെ ആകുമ്പോഴത്തേട്ട് നമുക്ക് പുതുക്കി കിട്ടുന്നതാണ്, വിസ പുതുക്കി കിട്ടുന്നതാണ്. COS പുതിയത് കിട്ടും. പക്ഷെ ആ ഒരു സമയത്തുള്ള നമ്മുടെ ആ ഒരു ടൈമിലുള്ള സാലറി ആയിരിക്കും നമുക്കിപ്പോൾ കിട്ടുന്നത്. നമുക്ക് ഇൻക്രിമെൻ്റ് ഉണ്ട്, നമുക്ക് ഇയർ സാലറി നമുക്ക് കൂടുന്നുണ്ട്. അപ്പം നമ്മുടെ കറൻറ്റ് പേ അവർക്ക് അറിയണമെങ്കിൽ ഈ എംപ്ലോയ്മെൻറ്റ് ലെറ്റർ തന്നെ നമുക്ക് ആവശ്യമാണ്. നമ്മൾ ഒരിക്കലും COS കൊടുത്തിട്ട് കാര്യമില്ല. ഈ എംപ്ലോയ്മെൻറ്റ് ലെറ്റർ തന്നെ നമ്മൾ നിർബന്ധമായിട്ട് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ നമ്മുടെ ആബ്സെൻസിൻ്റെ റീസൺ, അതായത് നമ്മൾ ഔട്ട്സൈഡ് UK പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ നമ്മൾ കാണിക്കണം. അപ്പം നമ്മൾ ഹോളിഡേക്കൊക്കെ പോയതെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് റീസൺ പറയേണ്ട കാര്യം, ജസ്റ്റ് ഹോളിഡേ എന്നൊക്കെ നമ്മൾ മെൻഷൻ ചെയ്യുന്നുള്ളൂ. അപ്പം നമ്മൾ നമ്മുടെ പാസ്പോർട്ടിൽ അതിൻ്റെ സീലുണ്ടല്ലോ, സീലിൻ്റെ അത് സ്കാൻ ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങളുടെ ടിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ മതി. ഇനി നിങ്ങൾ വേറെ ആവശ്യങ്ങൾക്കൊക്കെയാണ് നിങ്ങൾ നാട്ടിൽ പോയതെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സിക്ക് ലീവ് എടുത്താണ് നാട്ടിൽ പോയതെങ്കിൽ അതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ നിങ്ങളുടെ മാരേജിനാണ് നിങ്ങൾ പോയതെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ്, അതുപോലെ ആരുടെങ്കിലും ഡെത്ത്, അങ്ങനെ നിങ്ങൾ ഹോളിഡേ അല്ലാതെ വേറെ ഏത് കാര്യത്തിനാണ് നാട്ടിൽ പോയതിൽ അതിൻ്റെ എവിഡൻസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. അവർ കറക്റ്റായിട്ട് എവിഡൻസ് ചോദിക്കും, അത് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ റീസെൻറ്റ് പേ സ്ലിപ്പ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം നമ്മുടെ റീസെൻറ്റ് തന്നെ നമുക്ക് വേണം. നമ്മൾ എപ്പോഴാണോ നമ്മൾ PR അപ്ലൈ ചെയ്യുന്നത് അതിന് 1 മന്ത് മുമ്പുള്ള അതിനും ആ ഒരു റീസെൻ്റ് ആയിട്ടുള്ള തന്നെ അവർ കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഒരു പേ സ്ലിപ്പും ഒരു സ്റ്റേറ്റ്മെൻറ്റും കൊടുത്താൽ മതിയാവും. കാരണം അവർ പ്രത്യേകം പറയുന്നുണ്ട് ഷുഡ് നോട്ട് റിക്വയർഡ് അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നുണ്ട്. ഒരെണ്ണം മാത്രം മതിയാവും. പക്ഷേ നിങ്ങൾ മറ്റേണിറ്റി ലീവ്, അതിൽ പറ്റേണിറ്റി ലീവ്, അഡോപ്റ്റഡ് ലീവിലൊക്കെ ഉള്ളവർ എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്യേണ്ടവർ, അല്ലാത്തവരല്ല ഒരെണ്ണം മാത്രം കൊടുത്താൽ മതിയായിരിക്കും. എക്സ്ട്രാ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ കൊടുക്കേണ്ട ഒന്നാണ് ഡിക്ലറേഷൻ ഫോം. അതായത് നമ്മളാണെങ്കിൽ കൺസെൻറ്റ് കൊടുക്കുകയാണ് ഹോം ഓഫീസിൽ നിന്ന് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം വെരിഫൈ ചെയ്യാനായിട്ട് നമ്മൾ കൺസെൻറ്റ് കൊടുക്കുന്നതാണ് ഡിക്ലറേഷൻ ഫോം. അത് നിങ്ങൾ ഫില്ല് ചെയ്യണം. അതുപോലെ തന്നെ യൂട്ടിലിറ്റി, അതായത് നമ്മൾ PR ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ നമ്മളവർ ചോദിക്കുന്നത് നമുക്ക് ജോയിൻ്റ് അക്കൗണ്ട് ആണെന്ന് ചോദിക്കുന്നുണ്ട്. കാരണം ചിലവരുടെ ബാങ്ക് അക്കൗണ്ട് ജോയിൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബില്ല്, കൗൺസിൽ ടാക്സൊക്കെ ജോയിൻ്റ് ആയിരിക്കും. അപ്പോൾ എൻ്റെ ജോയിൻ്റ് ആയിരുന്നു, പക്ഷേ ഞാനത് കൊടുത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ യൂട്ടിലിറ്റി ബില്ല് കൊടുത്തില്ല. അപ്പോൾ നിങ്ങളത് കൊടുക്കുമ്പോൾ ജോയിൻ്റ് എന്ന് പറഞ്ഞാണ് കൊടുത്തതെങ്കിൽ നിങ്ങൾ യൂട്ടിലിറ്റി ബില്ലും ഡോക്യുമെൻറ്റ്സിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് ഇതിന് ആവശ്യമായിട്ട് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. PR കിട്ടിയാൽ എന്തൊക്കെയാണ് ബെനിഫിറ്റ് ഉള്ളത്. അപ്പോൾ മിക്ക ആൾക്കാരുടെ ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ UK വന്നതിന് ശേഷം നമുക്ക് UK വെച്ചൊരു കുട്ടി ഉണ്ടാകുമ്പോൾ മിക്കവരും ധരിച്ചു വെച്ചിരിക്കുന്നത് ആ കുട്ടിക്ക് ഓട്ടോമാറ്റിക്കലി സിറ്റിസൺഷിപ്പ് കിട്ടുമെന്നാണ്. അപ്പോൾ ഒരിക്കലും അങ്ങനെ കിട്ടത്തില്ല. അപ്പം നിങ്ങൾക്ക് PR ലഭിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സിറ്റിസൺഷിപ്പ് കിട്ടും. അത് ഒരു ബെനിഫിറ്റാണ് PR-ൻ്റെ. അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടി UK തന്നെയാണ് ഉണ്ടായെങ്കിൽ പോലും 5 വർഷം കൊണ്ട് നമുക്ക് PR കിട്ടത്തില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമ്മൾ വിസ എക്സ്റ്റെൻഡ് ചെയ്യുവാണ്. പക്ഷേ വിസ എക്സ്റ്റെൻഡ് ചെയ്യാണ്ട് നമുക്ക് സിറ്റിസൺഷിപ്പ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് PR കിട്ടിയ ഉടനെ തന്നെ നമുക്ക് പബ്ലിക് ഫണ്ട്, അതുപോലെ നമുക്ക് ചൈൽഡ് ബെനിഫിറ്റിനൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ചൈൽഡ് ബെനിഫിറ്റ്, ഹൗസിംഗ് ബെനിഫിറ്റ്, ഈ പബ്ലിക് ഫണ്ട് എല്ലാം നമുക്ക് PR കിട്ടിയ ഉടനെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മുടെ ഇമിഗ്രേഷൻ റെസ്ട്രിക്ഷൻസ് എല്ലാം മാറും. ട്രാവൽ റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടാവത്തില്ല. നമ്മൾ സാധാരണ നമ്മൾ
ഔട്ട്സൈഡ് UK പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും എല്ലാം നമുക്ക് BRB കാണിക്കണം. അപ്പോൾ ഇത് നമുക്ക് വൺസ് നമുക്ക് PR കിട്ടിക്കഴിയുമ്പോൾ ഇവർക്ക് ഓട്ടോമാറ്റിക്കലി ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളൊന്നും പ്രൊവൈഡ് ചെയ്യേണ്ടി വരില്ല. നമുക്ക് ഒരു ട്രാവൽ റെസ്ട്രിക്ഷൻസ് അവിടെ ഉണ്ടാവില്ല. അതുപോലെ നമ്മുടെ ജോബ് കുറച്ചുകൂടെ സെക്യൂർ ആവും. നമുക്ക് എന്ത് ജോലി വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇന്ന ജോലി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. നമുക്ക് എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു ബെനിഫിറ്റാണ്, നിങ്ങൾക്ക് എത്ര നാൾ വേണേലും നിങ്ങൾക്ക് UK സ്റ്റേ ചെയ്യാൻ പറ്റും. അതിന് ഇത്ര നാൾ സ്റ്റേ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊന്നുമില്ല. എത്ര നാൾ വേണേലും UK സ്റ്റേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇനി നമ്മുടെ ഏതൊക്കെ സാഹചര്യത്തിൽ നമ്മുടെ വിസ റിഫ്യൂസ് ആവാൻ ചാൻസ് ഉള്ളൂ. റിജക്ഷൻ വരുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കുറേ കാര്യങ്ങൾ എലിജിബിലിറ്റി എന്ന് പറഞ്ഞായിരുന്നു. അതിൽ കുറേ പോയിന്റ് തന്നെയാണ് ഇവിടെ ഉള്ളത്. സെയിം കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അത് നമ്മൾ ക്രിമിനൽ ഒഫൻസ്, നമ്മൾ ഫസ്റ്റ് ആദ്യം തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ചൈൽഡ് അബ്യൂസ്, അതുപോലെ തന്നെ നമ്മുടെ എന്തെങ്കിലും ഡൊമസ്റ്റിക് അബ്യൂസ്, അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ ഒഫൻസ് നമ്മുടെ പേരിലുണ്ടെങ്കിൽ നമ്മുടെ വിസ റിജക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈവിങ്ങിന് ഞാൻ പറഞ്ഞു, ലൈസൻസ് ഇല്ലാണ്ട് വണ്ടി ഡ്രൈവ് ചെയ്യുന്നത്, അതുപോലെ ഇൻഷുറൻസ് ഇല്ലാണ്ട് ഡ്രൈവ് ചെയ്യുന്നത്, അതുപോലെ വണ്ടി വണ്ടി ഓടിച്ചിട്ട് പിടിച്ചു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഏതെങ്കിലും നിങ്ങളുടെ പേരിൽ ഫൈൻ വന്നു, പെനാൽറ്റീസ് വന്നു, നിങ്ങൾ അതൊന്നും പേ ചെയ്യാണ്ട് നിങ്ങളുടെ കോർട്ടിലോട്ട് മൂവ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലുമൊക്കെ ആക്സിഡൻറ്റ് നിങ്ങൾ മൂലം എന്തെങ്കിലും ആക്സിഡൻ്റ് ആയിട്ട് നിങ്ങൾ വണ്ടി നിർത്താതെ ഓടിച്ചു പോവുക, അതുപോലെ റെഡ് സിഗ്നൽ കണ്ട വണ്ടി എടുത്തുകൊണ്ട് പോവുക, സ്റ്റോപ്പ് ചെയ്ത് എടുത്തുകൊണ്ട് പോകുക, അങ്ങനെ ഡ്രൈവിങ്ങോട്ട് ബന്ധപ്പെട്ട എന്ത് പ്രശ്നം വന്നാലും നിങ്ങളുടെ വിസ റിഫ്യൂസ് ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ 180 റൂൾ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ ഒരു വർഷത്തിൽ നിങ്ങൾ 180 ഡേയ്സ് അല്ലെങ്കിൽ 6 മന്ത്സിൽ കൂടുതൽ ഔട്ട്സൈഡ് UK സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിസ റിഫ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കോവിഡ് എക്സംഷൻ ഒക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കോവിഡ് ടൈമിലൊക്കെയാണ് നിങ്ങൾ നാട്ടിലൊക്കെ പോയി നിങ്ങൾക്ക് വരാൻ സാധിക്കാറുണ്ടെങ്കിൽ അവിടെയൊക്കെ എക്സംഷൻ ഉണ്ട്. അല്ലാത്ത എല്ലാ കേസിലും വിസ റിഫ്യൂസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വേറൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടാക്സിലൊക്കെ നിങ്ങൾ ചെയ്യുന്ന ഓരോ നാട്ടിലുള്ള പോലെ നിങ്ങൾ ടാക്സിലൂടെ എന്തെങ്കിലും തട്ടിപ്പൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ടാക്സിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ, അതുപോലെ നിങ്ങളിപ്പോൾ ജോലി ചെയ്തിട്ട് കയ്യിൽ ക്യാഷ് വാങ്ങുക, ടാക്സ് പേ ചെയ്യാതിരിക്കുക, അങ്ങനത്തെ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കര ഒഫൻസാണ്, അതൊക്കെ പ്രശ്നവും. അതുപോലെ നമ്മൾ നഴ്സുമാർ വർക്ക് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ ഇവിടെ വരുന്ന ഒരു സ്പോൺസറിൻ്റെ കീഴിലാണ്, നമ്മൾ ഫസ്റ്റ് UK വരുന്നത് തന്നെ സ്പോൺസറിൻ്റെ കീഴിലാണ് വരുന്നത്. അപ്പം നമുക്ക് ആ ഒരു സ്പോൺസറിൻ്റെ കീഴിൽ മാത്രം വർക്ക് ചെയ്യാൻ പെർമിഷനേ ഉള്ളൂ. നമുക്ക് ILR കിട്ടുന്നവരെ ആ ഒരു പെർമിഷൻ നമുക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ഇനി വേറെ ഏതെങ്കിലും ഒരാളുടെ ഒരു ഏജൻസിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കെയർ ഹോമിലോ ഒക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ HR അനുവാദം വാങ്ങിച്ചിട്ട് അവർ നിങ്ങൾക്കൊരു സർട്ടൻ പീരീഡ് തരും, ഒരു സർട്ടൻ ടൈം ഉണ്ട്, ആ ഒരു സർട്ടൻ അവേഴ്സ്, ആ ഒരു അവേഴ്സ് മാത്രമേ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം നിങ്ങൾ നിങ്ങളുടെ എംപ്ലോയറോട് ഒന്നും പറയാതെ നിങ്ങളുടെ ഇഷ്ടത്തിന് പോയി വർക്ക് ചെയ്തു, അത് അവരങ്ങനെ അറിഞ്ഞു, പ്രശ്നമായി, അങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് വിസ റിഫ്യൂസ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുപോലെ ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങളുടെ വിസ ഓൾറെഡി റിഫ്യൂസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളിത് ഫില്ല് ചെയ്യുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട് ക്രിമിനൽ ഓഫൻസ് ഉണ്ടോ, വിസ റിഫ്യൂസൽ വന്നിട്ടുണ്ടോ എന്നൊക്കെ അവർ ചോദിക്കും. അപ്പം നമ്മളോട് വിസ റിഫ്യൂസൽ വന്നിട്ടുണ്ടോ എന്ന് അവർ ചോദിക്കുമ്പോൾ അതൊരിക്കലും നിങ്ങൾ നോ എന്ന് പറഞ്ഞ് കൊടുക്കരുത്. കാരണം നിങ്ങൾ വിസ റിഫ്യൂസൽ ഓൾറെഡി വന്നിട്ട് നിങ്ങൾ നോ പറഞ്ഞു കൊടുത്ത് അവർ ഏതെങ്കിലും രീതിയിൽ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വിസ അവർ റിഫ്യൂസ് ചെയ്യും, പിന്നെ അവരത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പം അങ്ങനെ ഈ ഇത്തരം കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ വിസ റിഫ്യൂസ് ആവാനുള്ള ചാൻസ് ഉള്ളത്. അതുപോലെ തന്നെ വേറെ റീസൺ എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ ചൈൽഡ് ബെനിഫിറ്റ്, അതുപോലെ നിങ്ങൾ ചൈൽഡ് ബെനിഫിറ്റ്, ഹൗസിംഗ് ബെനിഫിറ്റ്, പബ്ലിക് ഫണ്ട്, ഇതെല്ലാം ഇതിൽ ഏതെങ്കിലും നിങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇവർ വരുമ്പോൾ അന്വേഷിക്കുമ്പോൾ വിസ റിജക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഡിപ്പെൻഡൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങളുടെ വിസ തീർന്നു, നിങ്ങളുടെ വിസ എക്സ്റ്റെൻഡ് ചെയ്യണമല്ലോ. കാരണം നിങ്ങളുടെ മെയിൻ ആപ്ലിക്കൻറ്റിൻ്റെ PR കിട്ടുന്ന സമയത്ത് നിങ്ങളുടെ വിസ എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ വിസ എക്സ്റ്റെൻഡ് ചെയ്യാതെ നിങ്ങൾ ഓവർ സ്റ്റേ ചെയ്യണം. അതിപ്പോൾ ഡിപ്പെൻഡൻ്റെ കാര്യത്തിൽ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് നമ്മൾക്ക് മെയിൻ ആപ്ലിക്കൻറ്റിന് PR കിട്ടുമ്പോൾ ഡിപ്പെൻഡൻറ്റും PR കിട്ടുമെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഡിപ്പെൻഡൻ്റ് ആണെങ്കിലും ഇവിടെ വന്ന് 5 വർഷമായി കഴിയുമ്പോൾ മാത്രമേ അവർക്കും PR കിട്ടത്തുള്ളൂ. ഒരിക്കലും മെയിൻ ആപ്ലിക്കൻറ്റിന് PR കിട്ടിക്കഴിയുമ്പോൾ ഡിപ്പെൻഡൻറ്റിന് കിട്ടത്തില്ല, അത് ഓർക്കുക. അപ്പോൾ നിങ്ങൾ ആ സമയത്ത് എന്താ ചെയ്യേണ്ടത്, വിസ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ വിസ എക്സ്റ്റെൻഡ് ഒന്നും ചെയ്യാണ്ട് PR കിട്ടുന്നവരെ ഓവർ സ്റ്റേ ചെയ്യുകയാണ്. വിസ എക്സ്റ്റെൻഡ് ചെയ്യാണ്ട് അങ്ങനെ ഓവർ സ്റ്റേ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഡിപ്പെൻഡൻ്റ് ആയിട്ട് വരുന്നവർക്ക് PR കിട്ടുമ്പോൾ പണി കിട്ടി നിങ്ങളുടെ PR റിഫ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് PR റിജക്റ്റ് ചെയ്യാനുള്ള റീസൺസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിപ്പെൻഡൻറ്റിൻ്റെ കുറച്ച് ക്രൈറ്റീരിയസ് നോക്കാം, അതായത് വിസ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള കുറച്ച് ക്രൈറ്റീരിയകൾ നോക്കാം. അപ്പോൾ ഡിപ്പെൻഡൻ്റ് എന്ന് പറഞ്ഞിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവർക്കിപ്പോൾ വിസ എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഓപ്ഷൻ എന്ന് പറയുന്നത്. അതായത് അവർക്ക് PR കിട്ടുന്നവരെ അവരുടെ വിസ എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വിസ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് നമ്മുടെ മെയിൻ ആപ്ലിക്കൻറ്റിൻ്റെ വിസ എക്സ്പയർഡ് ആവുന്നതിന് മുമ്പ് ഇവരുടെ വിസ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫീ എന്ന് പറയുന്നത് 287 ആണ്. അതിപ്പോൾ ചൈൽഡിനാണെങ്കിലും ഹസ്ബൻഡിനാണെങ്കിലും അല്ലെങ്കിൽ വൈഫ് ആരാണ് ഡിപ്പെൻഡൻ്റ് അവരുടെ ഒരു ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 287 പൗണ്ടാണ്.
അപ്പോൾ അതുപോലെ തന്നെ ഈ ഡിപ്പെൻഡൻറ്റ് PR അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇംഗ്ലീഷ് റിക്വയർമെൻറ്റ് ആവശ്യമാണ്. എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് കുഴപ്പമില്ല, പക്ഷെ അവർ PR അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് ഇംഗ്ലീഷ് റിക്വയർമെൻറ്റ് ആവശ്യമാണ്. പക്ഷെ മെയിൻ ആപ്ലിക്കൻറ്റിന് ആവശ്യമാണ്. നമ്മൾ ഓൾറെഡി വരുമ്പോൾ നമ്മൾ IELTSഉം അതുപോലെ OET ഒക്കെ പാസ്സായിട്ട് വരാണ്, നമുക്ക് ഇംഗ്ലീഷ് റിക്വയർമെൻറ്റിൻ്റെ ആവശ്യമില്ല. പക്ഷേ നമ്മുടെ ഡിപ്പെൻഡൻറ്റിന് അത് ആവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾ 5 വർഷം ആകുമ്പോൾ ഇപ്പോൾ മെയിൻ ആപ്ലിക്കൻ്റ് ആണ് ILR എടുക്കണമെന്ന് മാൻഡേറ്ററി ഒന്നുമല്ല. ഇപ്പോൾ ഇൻ കേസ് നിങ്ങളുടെ ക്യാഷ് ഇല്ല, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം കാരണം നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ വിസ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എത്ര നാൾ വരെ വേണമെങ്കിലും നിങ്ങൾക്കിവിടെ താമസിക്കാവുന്നതാണ്. നിങ്ങളുടെ ഇന്ത്യൻ പാസ്പോർട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വിസ എക്സ്റ്റെൻഡ് ചെയ്യുക. നിങ്ങൾക്ക് ക്യാഷൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസ, എല്ലാവരും മെയിനായിട്ട് PR എടുക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നതും എല്ലാവരും അതാണ് ചെയ്യുന്നതും. പക്ഷേ ഇൻ കേസ് നിങ്ങളുടെ കാശൊന്നുമില്ല, നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ കേസുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വിസ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് PR കിട്ടി 1 ഇയർ കഴിയുമ്പോൾ നമുക്ക് സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അത് മാൻഡേറ്ററി അല്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 1 വർഷം കഴിയുമ്പോൾ താല്പര്യമില്ല, 2 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ താല്പര്യം, എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ നമുക്ക് ILR കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഷെയർ കോഡ് കിട്ടും. അപ്പോൾ നമ്മൾ റൈറ്റ് ടു വർക്ക്, റൈറ്റ് ടു റെൻറ്റ് അതൊക്കെ പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ILR കിട്ടിയതിന് ശേഷം നമ്മുടെ ഷെയർ കോഡ് നമ്മുടെ HR-നും അതുപോലെ തന്നെ നമ്മുടെ ലൈൻ മാനേജർ, അത് മേറ്ററും നമ്മൾ ഷെയർ കോഡ് സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ റൈറ്റ് ടു വർക്ക് പ്രൂവ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഷെയർ കോഡ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ നമ്മുടെ റൈറ്റ് ടു റെൻറ്റ് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മുടെ ഷെയർ കോഡ് നമ്മൾ ഏജൻസിക്ക് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ നിങ്ങൾക്ക് ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ഒക്കെ പ്രൂവ് ചെയ്യേണ്ട അവസ്ഥ വന്നാലും നിങ്ങൾക്ക് ഈ ഒരു ഷെയർ കോഡ് നിങ്ങൾക്ക് മെയിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ ILR കിട്ടിക്കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ PR വന്നേക്കുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത്, ഇനി മുതൽ നമുക്ക് BRP ഉണ്ടായിരിക്കുന്നതായിരിക്കില്ല. നവംബർ 1 മുമ്പ് ബയോമെട്രിക്സിന് പോയവർക്കെല്ലാം BRP വന്നിട്ടുണ്ട്. നവംബർ 1 ശേഷം ബയോമെട്രിക്സിന് പോയ ആർക്കും BRP ഇല്ല. എനിക്കൊക്കെയാണെങ്കിൽ EVC ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഓൾറെഡി BRP കിട്ടിയവരുടെ എക്സ്പയറി ഡേറ്റ് എന്ന് പറഞ്ഞാൽ 31 December ആണ്. അപ്പോൾ 31 December ശേഷം നമുക്ക് BRP ഉണ്ടായിരിക്കുന്നതായിരിക്കില്ല, EVC ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതൊരു പുതിയൊരു അപ്ഡേറ്റ് ആണ്. പിന്നെ ലാസ്റ്റ് ഒരു കാര്യം പറയാനുള്ളത്, എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണയാണ്, നമുക്ക് വൺസ് നമുക്ക് നമ്മുടെ PR കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഔട്ട്സൈഡ് UK പോയി സ്റ്റേ ചെയ്യാം, ഒരു റെസ്ട്രിക്ഷൻസും ഇല്ലെന്നാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. അത് തെറ്റായ ധാരണയാണ്. നമ്മളിപ്പോൾ 2 ഇയർ കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിപ്പോൾ ഔട്ട്സൈഡ് UK സ്റ്റേ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ PR സാരമായിട്ട് ബാധിക്കും, നമ്മുടെ PR ലാപ്സ് ആവും. അപ്പോൾ നമ്മൾ വീണ്ടും റിട്ടേണിംഗ് റെസിഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് വരും. അപ്പോൾ 637 pound അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. അത് മാത്രം അത് വളരെ നൂലാമാല പിടിച്ച പണിയാണ്, അതൊക്കെ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാണ്ട് മാക്സിമം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ 2 വർഷമൊക്കെ ഔട്ട്സൈഡ് UK സ്റ്റേ ചെയ്യാതിരിക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ PR കിട്ടിയ ഒരു സന്തോഷവാർത്ത നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനും അതുപോലെ ഇത് പറഞ്ഞ പോലെ ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയകളും അതുപോലെ തന്നെ കോസ്റ്റ് എത്രയും ബെനിഫിറ്റ് എന്താണ്, എപ്പോഴൊക്കെ റെഫ്യൂസൽ ഉണ്ടാവും ചാൻസ് ഉണ്ട്, അങ്ങനെ അതിനെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്കെല്ലാം ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളത്, നമുക്ക് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ വീഡിയോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കൊരു എൻകറേജ്മെൻ്റ് ആണ് കൂടുതൽ വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് വീഡിയോസിന് വീണ്ടും ചെയ്യുന്നതാണ്. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് PR കിട്ടാനായിട്ടിരിക്കുന്ന PR എടുക്കാൻ റെഡി ആയിട്ടിരിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അതിന് മറുപടി തരുന്നതായിരിക്കും. പിന്നെ PRനെ എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളതിനെ പറ്റി വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.